പോർച്ചുഗലിൽ സംഹാര താണ്ഡവമാടി ക്ലോഡിയ കൊടുങ്കാറ്റ്. പിന്നാലെ UK-യിൽ കടുത്ത വെള്ളപ്പൊക്കവും. ക്ലോഡിയ കൊടുങ്കാറ്റ് മൂലമുണ്ടായ അക്രമാസക്തമായിട്ടുള്ള കാലാവസ്ഥയിൽ പോർച്ചുഗലിൽ 3 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ശനിയാഴ്ച അവിടുത്തെ അധികൃതർ പറഞ്ഞു. അതേസമയം വെയിൽസിലും ഇംഗ്ലണ്ടിനും ഉണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബ്രിട്ടനിൽ രക്ഷാപ്രവർത്തകർ ഒഴിപ്പിക്കൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ചയോടെ ബ്രിട്ടന്റെയും അയർലൻഡിന്റെയും ചില ഭാഗങ്ങളിൽ എത്തിയ ക്ലോഡിയ കൊടുങ്കാറ്റ് മൂലം പോർച്ചുഗലും അയൽരാജ്യമായ സ്പെയിനിന്റെ ചില ഭാഗങ്ങളും ദിവസങ്ങളോളം തീവ്രമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലിസ്ബണിൽ നിന്ന് ടാഗസ് നദിക്ക് കുറുകെയുള്ള ഫെറാവോയിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ വീടിനുള്ളിൽ വ്യാഴാഴ്ച രക്ഷാപ്രവർത്തകർ വൃദ്ധ ദമ്പതികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രാത്രിയിൽ വെള്ളം കയറിയതിനാൽ അവർ ഉറങ്ങുകയായിരുന്നുവെന്നും അതുകൊണ്ട് അവർക്ക് ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. ശനിയാഴ്ച തെക്കൻ പോർച്ചുഗലിലെ അൽബുഫെയറിൽ ഒരു ചുഴലിക്കാറ്റ് വീശിയതായി അടിയന്തര സേവനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് പകർത്തിയ അതിന്റെ ചില ദൃശ്യങ്ങളുണ്ട്. അതിൽ ഈ ചുഴലിക്കാറ്റ് ഒരു ക്യാമ്പിംഗ് ഏരിയയിലെ കാരവാനുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് നശിപ്പിക്കുന്നത് കാണാൻ കഴിയും. അവിടെ 85 വയസ്സുള്ള ഒരു ബ്രിട്ടീഷ് സ്ത്രീ കൊല്ലപ്പെട്ടതായി റീജിയണൽ സിവിൽ പ്രൊട്ടക്ഷൻ കമാൻഡർ വിറ്റർ വാസ് പിന്റോ പറഞ്ഞു. അടുത്തുള്ള ഒരു ഹോട്ടലിൽ 28 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരിൽ 2 പേർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പോർച്ചുഗീസ് കാലാവസ്ഥാ സേവനമായിട്ടുള്ള IPMA അൽഗാർവ് പ്രദേശം മുഴുവനും ബെജ, സെറ്റുബാൽ ജില്ലകളും ആംബർ അലേർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആംബർ അലേർട്ട് എന്ന് പറയുന്നത് അവരുടെ 2ാമത്തെ ഉയർന്ന ജാഗ്രതാ നിലയാണ്. അതേസമയം ബ്രിട്ടനിൽ തെക്ക് കിഴക്കൻ വെയിൽസിലെ മോൺമൗത്ത് പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും ശനിയാഴ്ച കടുത്ത വെള്ളപ്പൊക്കമുണ്ടായി. ക്ലോഡിയ കൊടുങ്കാറ്റ് വെയിൽസിന്റെ ചില ഭാഗങ്ങളിൽ രാത്രിയിൽ കാര്യമായ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട്. ഇത് വീടുകൾ, ബിസിനസ്സുകൾ, ഗതാഗതം, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെൽഷ് സർക്കാരിന്റെ വക്താവ് പറഞ്ഞു. മൗൺമൗത്തിൽ വ്യാപകമായിട്ടുള്ള വെള്ളപ്പൊക്കം കാണിക്കുന്ന ആകാശ ദൃശ്യങ്ങളിൽ സമീപത്തുള്ള ഒരു നദി രാത്രിയിൽ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നഗരമധ്യത്തിലും ജനവാസ മേഖലകളിലും വെള്ളം കയറിയതായി കാണിക്കുന്നത്. നാച്ചുറൽ റിസോഴ്സസ് വെയിൽസ് 11 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ 4 ഗുരുതരമാണ്. കൂടാതെ 17 വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളുമുണ്ട്. സൗത്ത് വെയിൽസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് രക്ഷാപ്രവർത്തനങ്ങൾ, ഒഴിപ്പിക്കലുകൾ, ക്ഷേമ പരിശോധനകൾ എന്നിവ നടത്തുന്നുണ്ടെന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.